ഇന്ത്യയിൽ ഹിന്ദുക്കളുടെ എണ്ണം എങ്ങോട്ടേക്ക്? വളരെ ഗൗരവമായ വെളിപ്പെടുത്തലുകളിലേക്ക്. ഹിന്ദുക്കളുടെ എണ്ണം ഗണ്യമായി കുറയുകയാണ്. എന്നാൽ മുസ്ലിങ്ങളുടെ എണ്ണത്തിൽ വലിയ തോതിൽ വർധനവാണ് വന്നിരിക്കുന്നതെന്ന് ചില പഠനങ്ങളിലൂടെ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നു. മുസ്ലിം ജനസംഖ്യ ഏകദേശം 43.5% വർദ്ധിച്ചു. അതായത് ഇന്ത്യയിൽ ഹിന്ദു ജനസംഖ്യ 1950 മുതൽ 2015 വരെയുള്ള 75 വർഷത്തിനിടയിലാണ് ഇത്രയും വലിയൊരു കുറവ് സംഭവിച്ചിരിക്കുന്നത്. ഈ കാലഘട്ടം എടുത്താൽ 7.82% കുറഞ്ഞുവെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. അതായത് രാജ്യത്ത് 84.68% ഉണ്ടായിരുന്ന ഹിന്ദു സമുദായം ഇപ്പോൾ 78.6% കുറഞ്ഞിരിക്കുന്നു എന്നാണ് പഠനങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. അതുപോലെ തന്നെ ഭൂരിപക്ഷ സമുദായം കുറഞ്ഞുകൊണ്ടിരിക്കുകയും ന്യൂനപക്ഷ സമുദായം വളരുകയും ചെയ്യുന്ന ഒരേ ഒരു രാജ്യമായി ഇന്ത്യ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. മുസ്ലിം സമുദായം ഇന്ത്യയിൽ 9.84% നിന്നും 14.095% ഉയർന്നു. ക്രിസ്ത്യൻ സമുദായത്തിലാകട്ടെ 2.2% നിന്നും 2.36% ഉയർന്നിരിക്കുകയാണ്. 2011 വരെ ബുദ്ധമതക്കാർക്ക് ഭൂരിപക്ഷമുള്ള അരുണാചൽ ഇന്ന് ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനമായി മാറിയിരിക്കുകയാണ്. തമിഴ്നാട്ടിലും ഇതേ സ്ഥിതി തന്നെയാണ് തുടരുന്നതും. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ മതവും ഇസ്ലാം മതവും അതിവേഗമാണ് വളരുന്നതും. ആസാം, പടിഞ്ഞാറൻ UP, വടക്കൻ കേരളം എന്നിവിടങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ. ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ജനന നിരക്ക് കുറയുന്നുവെന്നും NGOകൾ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഈ വർധനയ്ക്ക് പിന്നിൽ തന്നെ ജനന നിരക്കല്ല കാരണമെന്നും മതപരിവർത്തനമാകും മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള കുടിയേറ്റവും കൂടിയാണ് കാരണമെന്നാണ് പറയപ്പെടുന്നതും. ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ, അതായത് ഭൂരിപക്ഷ സമുദായമോ അല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായമോ ഏതായാലും ഒരു പ്രത്യുൽപാദന ശേഷി പരിഗണിക്കേണ്ടതല്ല. പക്ഷേ അതിന് പകരം ഒരു രാജ്യത്തെ ഭൂരിപക്ഷ സമുദായത്തെയും ന്യൂനപക്ഷ സമുദായത്തെയും താരതമ്യം ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒന്ന് മറ്റു മതത്തെക്കാൾ കൂടുതലായി വളർച്ചാ നിരക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം വളർച്ചാ നിരക്ക് കൂടിയ സമുദായം വളരുന്നുവെന്നും മറ്റേത് തളരുന്നു എന്നത് തന്നെയാണ്. ലോകത്തിലെ 169 രാജ്യങ്ങളിലെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ ചരിത്രമാണ് പഠിക്കാൻ വിഷയമാക്കിയിരിക്കുന്നത്. ആഫ്രിക്കയിലെ 22 രാജ്യങ്ങളിൽ അമിനിസം, അതായത് എല്ലാ ജീവജാലങ്ങളും ജീവൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന തദ്ദേശമായിരുന്ന മതമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് അവിടങ്ങളിലെ മുഴുവൻ ആളുകളും ഒന്നുകിൽ ഇസ്ലാമിലേക്കോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തിലേക്കോ മാറുകയായിരുന്നു. അതോടെ തന്നെ അമിനിസം തുടച്ചു നീക്കപ്പെട്ടു. അതായത് ഇവിടങ്ങളിൽ ന്യൂനപക്ഷങ്ങളുടെ ജനന നിരക്ക് കൂടിയിട്ടില്ല. അവിടുത്തെ ജനങ്ങൾക്കിടയിൽ അമിനിസം കുറഞ്ഞുവെന്നതിന് പകരം അവരെല്ലാവരും മതപരിവർത്തനത്തിന് ഇരയാവുകയായിരുന്നു. ലോകത്തിലെ പല രാജ്യങ്ങളിലും ഇങ്ങനെയാണ് ക്രിസ്ത്യൻ മതമോ ഇസ്ലാം മതമോ വളർന്ന് ഭൂരിപക്ഷമായി മാറുന്നതും. പക്ഷേ ഈ നഗ്ന സത്യങ്ങൾ പുറത്തു പറയുമ്പോൾ അക്കാദമിക് തലത്തിലുള്ളവർ എതിർക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ഭരണത്തിലെ ഉദ്യോഗസ്ഥരാണെങ്കിൽ പോലും ഇതിനെ എതിർക്കുകയാണ്. കാരണം അവർക്ക് ഈ നഗ്ന സത്യങ്ങൾ നേരിടാൻ വയ്യാത്തതാണ് മറ്റൊരു കാരണമായി പറയപ്പെടുന്നതും. ജനസംഖ്യാ ഘടനയിലെ മാറ്റം അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. അത് വളരെ സാവധാനത്തിലാണ് നടക്കുന്നത്. പക്ഷേ അത് നടക്കുന്നു എന്നത് സത്യമായ കാര്യമാണ്. ജനസംഖ്യാ മാറ്റത്തിന് കാരണം രാഷ്ട്രീയ കാഴ്ചപ്പാടുകളാണെന്നോട് യോജിക്കാൻ സാധിക്കുന്നതുമില്ല. ജനസംഖ്യാ ഘടനയിലെ ഈ മാറ്റം മോദിയോ രാഹുൽ ഗാന്ധിയോ ഒന്നും സൃഷ്ടിക്കുന്ന ഒന്നല്ല. അത് സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നതാണ്. ഇതാണ് അടിസ്ഥാന സത്യങ്ങളായി പറയപ്പെടുന്നതും. പടിഞ്ഞാറൻ യൂറോപ്പിൽ ന്യൂനപക്ഷ സമുദായങ്ങൾ വൻതോതിലാണ് വളർന്നു വരുന്നതും. ഇത് അവർക്കിടയിലെ പ്രത്യുൽപാദന നിരക്ക് വർദ്ധിച്ചത് കൊണ്ടല്ല, മതപരിവർത്തനവും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അങ്ങോട്ടേക്ക് കുടിയേറിയതിനു മൂലമാണ്. അതേസമയം ബംഗ്ലാദേശ്, ശ്രീലങ്ക, പാകിസ്ഥാൻ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ ഹിന്ദു ന്യൂനപക്ഷ സമുദായങ്ങൾ വലിയ തോതിലാണ് ശോഷിച്ചു പോകുന്നത്. കാരണം അവിടെ ഹിന്ദു മതപരിവർത്തനമില്ല. ഹിന്ദു മതത്തിന് അങ്ങനെ ഒരു പദ്ധതിയില്ല. രാഷ്ട്രീയമല്ല ഭാരതത്തിലെ ജനസംഖ്യാ ഘടന അട്ടിമറിക്കുന്നത്. പകരം ജനസംഖ്യാ ഘടനയിലെ മാറ്റം രാഷ്ട്രീയ ന്യായീകരണത്തിനും രാഷ്ട്രീയമായ ആഖ്യാനത്തിനും കാരണമാകുന്നു എന്ന് പറയുന്നതാകും കൂടുതൽ ശരിയായി വരിക. ഇപ്പോൾ ഈ വിഷയത്തെ പറ്റി കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക കൗൺസിൽ അംഗമായ ഡോക്ടർ ഷെമിക രവിയാണ്. ഇങ്ങനെ വിവിധ സമുദായങ്ങളിൽ വ്യത്യസ്തമായ രീതിയിൽ ജനസംഖ്യയിൽ മാറ്റം ഉണ്ടായാൽ ചില സമുദായങ്ങൾ വളരുകയും മറ്റു ചില സമുദായങ്ങൾ തളരുകയും ചെയ്യുന്നുവെന്നും അവർ വ്യക്തമാക്കുന്നു. ഡോക്ടർ ഷെമിക രവി, അപൂർവ കുമാർ മിശ്ര, എബ്രഹാം ജോസ് എന്നിവർ ചേർന്നുകൊണ്ടാണ് മതന്യൂനപക്ഷങ്ങൾ രാജ്യത്തുടനീളമുള്ള വിശകലനം, അതായത് ഷെയർ ഓഫ് റിലീജിയസ് മൈനോറിറ്റി എ ക്രോസ് കൺട്രി അനാലിസിസ് 1950 മുതൽ 1915 എന്ന പേരിലുള്ള ഈ റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതേസമയം JNU പുറത്തുവിട്ട കണക്കുകൾ പ്രകാരമാകട്ടെ ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റം കാരണം തലസ്ഥാനത്ത് മുസ്ലിം ജനസംഖ്യയിൽ ഗണ്യമായ വർധനവുണ്ടായി എന്നാണ് അവരുടെ പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഗുരുതരമായ പഠന റിപ്പോർട്ടാണ് സർവകലാശാല പുറത്തുവിട്ടിരിക്കുന്നത്. ബംഗ്ലാദേശ്, മ്യാൻമർ,
പൗരന്മാരുടെ അനധികൃത കുടിയേറ്റത്തെക്കുറിച്ച് JNU സർവകലാശാല നടത്തിയ പഠനത്തിലാണ് ഗുരുതരമായ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. അനധികൃത കുടിയേറ്റം ഡൽഹിയുടെ മതപരമായ ഘടനയെ മാറ്റിമറിച്ചു. പ്രാദേശിക ഐക്യത്തിന് ബാധിക്കുന്ന തരത്തിലാണ് ഇവരുടെ കുടിയേറ്റം അല്ലെങ്കിൽ അവർ കുടിയേറി താമസിക്കുന്നത്. കൂട്ടത്തോടെയുള്ള താമസത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇതിലൂടെ ക്രിമിനൽ സംഘങ്ങൾ രൂപപ്പെടുവാനും സംഘടിത കുറ്റകൃത്യങ്ങളുടെ എണ്ണം വർദ്ധിക്കുവാനും കാരണമായിട്ടുണ്ട്. ഇവർ ഡൽഹിയുടെ സമ്പദ് വ്യവസ്ഥയെയും സാമൂഹിക സ്ഥിതിയെയും തകിടം മറിച്ചിട്ടുമുണ്ട്. ഇവർക്ക് വ്യാജരേഖകൾ ഉണ്ടാക്കാൻ ഒത്താശ ചെയ്യുന്ന ചില രാഷ്ട്രീയ പാർട്ടികളും അവരുടെ കൂട്ടാളികളുമാണ് എന്ന കണക്കുകളും പുറത്തു വന്നിരുന്നു. അവരുടെ സഹായത്തോടെയാണ് ഇവർ വോട്ടർ പട്ടികയിൽ അടക്കം ബംഗ്ലാദേശ്, മ്യാൻമർ പൗരന്മാർ കടന്നുകയറിയിരിക്കുന്നത്. സിലംപൂർ, ജമിയ നഗർ, സഖീർ നഗർ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇവർ പ്രധാനമായും താമസിക്കുന്നത്. 140 പേജുള്ള റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. മഹാരാഷ്ട്രയിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനത്തിന് സമാനമാണ് JNUവിലെ കണ്ടെത്തലുകളും. ആം ആദ്മി പാർട്ടി റോഹിംഗ്യകളെ ഡൽഹിയിലെ വോട്ടർമാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നുവെന്നും BJP നേതാവായ കപിൽ മിശ്ര ആരോപിച്ചിരുന്നു. വ്യാജ തിരിച്ചറിയൽ രേഖകൾ സംഘടിപ്പിച്ചുകൊണ്ട് നൽകുന്ന ആം ആദ്മി പാർട്ടി നേതാക്കളാണ് എന്നതും റോഹിംഗ്യകളുടെ വെളിപ്പെടുത്തലും അങ്ങനെയായിരുന്നു. ഇത് ശരിവെക്കുന്നത് തന്നെയായിരുന്നു JNUവിന്റെ പഠന റിപ്പോർട്ട്. അതേസമയം 2015നും 2060നും ഇടയിൽ മുസ്ലിം ജനസംഖ്യ 70% വർദ്ധിക്കുമെന്നും 1.76 ബില്യണിൽ നിന്ന് 3 ബില്യണായി ഉയരുമെന്നും പഠന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇതേ കാലയളവിൽ തന്നെ ജനസംഖ്യയിലൂടെ 32% വളർച്ചയുമായി ഇതേ താരതമ്യം ചെയ്യുന്നുണ്ട്. 2011 ഒരു റിസർച്ച് സെന്റർ പ്രസിദ്ധീകരിച്ച ഒരു പഠനം അനുസരിച്ചുകൊണ്ട് വിശ്വസനീയമായ ഡാറ്റയുടെ അഭാവമുണ്ടെങ്കിലും മതപരിവർത്തനവും മുസ്ലിം ജനസംഖ്യയിൽ ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നും, കാരണം ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യുന്നവരുടെ എണ്ണം ഇസ്ലാം ഉപേക്ഷിക്കുന്നവരുടെ സമാനമാണ് എന്നും കരുതപ്പെടുന്നുണ്ട്. 2015 ഈ റിസർച്ച് സെന്റർ പ്രസിദ്ധീകരിച്ച മറ്റൊരു പഠനം അനുസരിച്ച് 2010നും 2050നും ഇടയിൽ മതപരിവർത്തനത്തിലൂടെ തന്നെ ഇസ്ലാം 3 ദശലക്ഷം അനുയായികളെ നേടുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് മതപരിവർത്തനത്തിലൂടെയുള്ള മൊത്തം നേട്ടങ്ങളുടെ കാര്യത്തിൽ ഇസ്ലാമിനെ രണ്ടാമത്തെ വലിയ മതമാക്കി മാറ്റുന്നുണ്ട്. മതപരമായി ബന്ധമില്ലാത്തവർ കൂടുതലും സബ്-സഹാർ ആഫ്രിക്കയിൽ നിന്നാണ് വരുന്നത്. അതായത് 2.9 ദശലക്ഷം ആളുകൾ. 1900 മുസ്ലിങ്ങൾ 200 ദശലക്ഷം അനുയായികളോ ലോക ജനസംഖ്യയുടെ 12% മാത്രമായിരുന്നു. മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലെ ഉയർന്ന ജനന നിരക്ക് കാരണം കഴിഞ്ഞ 100 വർഷത്തിനിടയിൽ ഈ ശതമാനം ഗണ്യമായി തന്നെ വർദ്ധിച്ചു. അതുപോലെ തന്നെ റിസർച്ച് സെന്ററിന്റെ കണക്കുകൾ അനുസരിച്ചുകൊണ്ട് 2030 ഈ സംഖ്യ ഏകദേശം 2.2 ബില്യണും 2050 2.8 ബില്യൺ, അതായത് ലോക ജനസംഖ്യയുടെ 30% ആകുമെന്നുമാണ് പഠന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വളരുന്ന മതമാണ് ഇസ്ലാം. സ്വതന്ത്ര ഇന്ത്യയുടെ സെൻസസ് ഡാറ്റ ലഭ്യമായത് മുതൽ തന്നെ മുസ്ലിങ്ങളുടെ വളർച്ചാ നിരക്ക് ഹിന്ദുക്കളുടെ വളർച്ചാ നിരക്കിനേക്കാൾ സ്ഥിരമായി ഉയർന്നതെന്നാണ് പറയപ്പെടുന്നത്. ഉദാഹരണത്തിന് 1991നും 2001 ആ ഒരു കാലഘട്ടത്തിൽ മുസ്ലിം വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 29.5% അതായത് ഹിന്ദുക്കൾക്ക് 19.9% മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. താരതമ്യം ചെയ്യുമ്പോഴാണ് ഈ കണക്കുകൾ വ്യക്തമാകുന്നത്. എന്നിരുന്നാലും 2001നും 2011 ആ ഒരു കാലയളവിൽ മുസ്ലിങ്ങളുടെ ജനസംഖ്യ വളർച്ചാ നിരക്കെന്ന് പറയുന്നത് 24.6% കുറഞ്ഞു. ഇന്ത്യയിലെ മിക്ക മതവിഭാഗങ്ങളിലും സമാനമായ ഇടിവ് ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. റിസർച്ച് സെന്ററിന്റെ കണക്കുകൾ അനുസരിച്ചുകൊണ്ട് 2030 ഏഷ്യ പസഫിക് മേഖലയിൽ താമസിക്കുന്നവരിൽ 27.3% പേർ മുസ്ലിങ്ങളായിരിക്കും. 2010 ഇത് 1/4 ഭാഗത്തോളമായി, അതായത് 24.8%. 1990 ഈ ഒരു കണക്കെന്ന് പറയുന്നത് 21.6%. ഇതിനെല്ലാം മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ മുസ്ലിം സമുദായത്തിന്റെ ആ ഒരു ഗണ്യമായ വർധനമുണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.